ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹർഷം എന്ന് പറയുന്ന പ്രൊജക്റ്റിനെ കുറിച്ചാണ്. അരുൺ ആൻഡ് ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോജക്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ട്രിവാൻഡ്രത്ത് കഴക്കൂട്ടത്തിന് അടുത്ത് കാട്ടായിക്കോണം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിത് ഈ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് സൈറ്റ്. അതായത് റോഡ് ലെവലിൽ നിന്നും ഏകദേശം 1 മീറ്ററോളം ഹൈറ്റിലാണ് ഈ സൈറ്റ് നിൽക്കുന്നത്. കുറച്ച് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ചെറിയ മരങ്ങളൊക്കെയാണ്. കുറച്ച് മരങ്ങൾ നമുക്ക് അവിടെ നിന്ന് റിമൂവ് ചെയ്യേണ്ടി വന്നു. 2300 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു റെസിഡൻഷ്യൽ പ്രൊജക്റ്റാണിത്. കാറ്, ഒരു ബൈക്ക് ഇടാവുന്ന രീതിയിലാണ്. അത്യാവശ്യം സൈഡിൽ നമുക്ക് കുറച്ച് ലാൻഡ്സ്കേപ്പ് ചെയ്യാനുള്ള ചെറിയൊരു പോർഷനെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ ഇതിലൊരു സിറ്റ് ഔട്ട്, ലിവിങ്, ഡൈനിങ്, മാസ്റ്റർ ബെഡ്റൂം, സ്റ്റഡി ഏരിയ, അതായത് സ്റ്റെയർ ഏരിയ ആയിട്ടും, അതേപോലെ കിച്ചൺ, വർക്ക് ഏരിയ, 2 ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ടുള്ള താഴെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഡൈനിങ്ങിൽ നിന്ന് പുറത്തോട്ട് വരത്തക്ക രീതിയിൽ ഒരു പാഷ്യോ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതും എൻക്ലോസ്ഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലോട്ട് വരുമ്പോൾ നമ്മൾ ഒരു അപ്പർ ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള സ്ഥലം, ഒരു ബാൽക്കണി സ്പേസ്, ഒരു ബെഡ്റൂം, ഒരു ഹോം തിയേറ്റർ കൊടുത്തിട്ടുണ്ട്. ഗേറ്റും വളരെ സിമ്പിളായിട്ട് ലൈറ്റ് വെയിറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. കാർ പോർച്ചിലാണെങ്കിലും ഓടിട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ടെറാക്കോട്ട ഓടാണ്. കാർ പോർച്ചിലും ബ്രിക്ക് ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെ നമ്മുടെ ലിവിങ് സ്പേസിലും മറ്റ് സ്ഥലങ്ങളിലും നമ്മൾ ആ ഒരു ഡിസൈൻ സിമെട്രി വരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ബാൽക്കണിയിൽ നമ്മൾ ഒരു പ്ലാന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, പ്ലാന്റർ ബോക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ തൊട്ടടുത്തുള്ള വീടിൽ നിന്നുള്ളൊരു പ്രൈവസിക്ക് വേണ്ടിയിട്ട് നമ്മളവിടെ ഒരു ബാമ്പു ഒക്കെ കൊടുത്തിട്ടുണ്ട്. കാർ പാർക്കിംഗ്, ഒരു ബൈക്കും ഒരു കാറും നിർത്തിയിടാനുള്ള ഒരു സൗകര്യം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സിറ്റ് ഔട്ടിൽ തന്നെ നമ്മൾ യൂഷ്വലി കൊടുക്കുന്ന പോലെ ഷൂ റാക്ക് കൊടുക്കുന്നുണ്ട്. 2 ഡോറായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഡോർ അല്പം ചെറുതും മറ്റൊരു ഡോർ കുറച്ചുകൂടെ വലുതും എന്നുള്ള രീതിയിൽ മാക്സിമം സ്പേസ് കിട്ടത്തക്ക രീതിയിലാണ് അത് പ്ലാൻ ചെയ്തേക്കുന്നത്. അതുപോലെ ലിവിങ് ഏരിയയിലേക്ക് കയറുമ്പോൾ അവിടെ ഒരു TV സ്പേസ് കൊടുക്കുന്നുണ്ട്. TV സ്പേസ് എന്തുകൊണ്ടാണ് മെയിൻ ഡോറിന് അഭിമുഖമായിട്ട് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ തന്നെ പുറത്തു നിന്ന് ഒരാൾ വരുമ്പോൾ TV കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ശ്രദ്ധിക്കാൻ പറ്റണം. അതുപോലെ TVയിലേക്ക് റിഫ്ലക്ഷൻ അടിക്കാൻ പാടില്ല മറ്റു വിൻഡോസിൽ നിന്നൊക്കെ. അതിൻ്റെ ഒരു കാരണം കൂടിയുണ്ട്. പ്ലെയിൻ ആയിട്ടുള്ളൊരു സീലിംഗ് ആണ്, പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിട്ടുള്ളൂ. പിന്നീട് TVയുടെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് സ്റ്റെയർ വന്നിരിക്കുന്നത്. സ്റ്റെയറിലേക്കുള്ള വിസിബിലിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഫാബ്രിക്കേറ്റഡ് പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ടെറാക്കോട്ട ബ്രിക്ക് ക്ലാഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിൽ നിന്നും നോക്കിക്കഴിഞ്ഞാൽ ഈ പാർട്ടീഷൻ്റെ ഇടയിലൂടെ നമുക്ക് മെയിൻ ഡോർ കാണത്തക്ക രീതിയിലാണ് വ്യൂ കൊടുത്തിരിക്കുന്നത്. കാരണം ഗസ്റ്റുകൾ ആരെങ്കിലും വരികയാണെങ്കിൽ തന്നെ കിച്ചണിൽ നിന്ന് നമുക്ക് നോക്കാൻ പറ്റും. സ്റ്റെയർ സ്റ്റീൽ സ്ട്രക്ചറിലാണ് ചെയ്തിരിക്കുന്നത്. ഫാബ്രിക്കേറ്റഡ് സ്റ്റെയർ ആണ്. ഇൻഡസ്ട്രിയൽ ഡിസൈനിലാണ് നമ്മൾ ടോട്ടൽ ഒരു ട്രോപ്പിക്കൽ കണ്ടംപററി ആയതുകൊണ്ട് തന്നെ അതുമായിട്ട് ചേരത്തക്ക രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. കൂടാതെ സ്റ്റെയറിന്റെ താഴെ ഒരു സ്റ്റഡി ഏരിയ ഹൈബ്രിഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും യൂസ് ചെയ്യത്തക്ക രീതിയിലാണ് ആ ഒരു ഏരിയ കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്നത് ഡൈനിങ് സ്പേസ് ആണ്. ഡൈനിങ് സ്പേസിന്റെ അടുത്ത് തന്നെ നമ്മളൊരു ക്രോക്കറി ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഡൈനിങ് ഏരിയയിൽ നിന്ന് തന്നെ നമുക്ക് ഒരു കോർട്ട്യാർഡ് സ്പേസിലോട്ട് ഒരു സ്ലൈഡിങ് ചെയ്ത് ഇറങ്ങത്തക്ക രീതിയിലുള്ള ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. കഫൻഡ് ഗ്ലാസുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. കൂടാതെ അവിടെ ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ലാൻഡ്സ്കേപ്പ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഒരു പൂജാ സ്പേസ് ഡൈനിങ്ങിൻ്റെ ഒരു സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നു. നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ്. ഒരു വുഡൻ സീലിംഗ് കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് സ്പേസിന്റെ മുകളിൽ തന്നെ ഡബിൾ ഹൈറ്റ് ഏരിയ കൊടുത്തു. മോളിൽ നിന്നും വരുന്ന വെളിച്ചം കിട്ടത്തക്ക രീതിയിൽ അവിടെ ഡബിൾ ഹൈറ്റ് ഏരിയ കൊടുത്തിരിക്കുന്നു. കിച്ചൺ ആണെങ്കിലും നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കിച്ചണിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുൾ ഹൈറ്റിലാണ് കിച്ചൻ്റെ ഓവർ ഹെഡ് ക്യാബിൻസ് കൊടുത്തിരിക്കുന്നത്. കാരണം നമുക്ക് എടുക്കാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് എത്തത്തക്ക രീതിയിലും നമ്മൾ എപ്പോഴും ഒന്നും എടുക്കാത്ത കാര്യങ്ങളാണ് നമ്മൾ ഓവർ ഹെഡ് ക്യാബിൻസിൽ കൊടുത്തിരിക്കുന്നത്. വർക്ക് ഏരിയയിലേക്ക് പോകുമ്പോൾ നമ്മൾ ഡിഷ് വാഷർ, അതുപോലെ തന്നെ സിങ്ക്, ഫ്രണ്ട് ലോഡഡ് വാഷിംഗ് മെഷീൻ എന്നിവ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബെഡ്റൂമിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ 2 ബെഡ്റൂമാണ് വരുന്നത്. മാസ്റ്റർ ബെഡ്റൂമിലാണെങ്കിൽ നമ്മളൊരു വാർഡ്രോബ്, ഡ്രസ്സിങ് ഏരിയ, ടോയ്ലറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ മറ്റൊരു ബെഡ്റൂമും അതുപോലെ തന്നെയാണ് കൊടുത്തത്. അതിൽ ബേ വിൻഡോയും കൂടെ കൊടുത്തിട്ടുണ്ട്.
ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ ബെഡ്റൂമും അതിന് അറ്റാച്ച്ഡ് ആയിട്ട് ടോയ്ലറ്റും പിന്നെ ഒരു ബാൽക്കണി സ്പേസും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു ഹോം തിയേറ്റർ ഫെസിലിറ്റീസും കൂടെ ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹോം തിയേറ്റർ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഹോം തിയേറ്റർ തന്നെയാണ് ക്ലയൻറ്റ് അവിടെ ചെയ്തിരിക്കുന്നത്. ക്ലയൻറ്റ് തന്നെ എഫേർട്ട് ഇട്ടാണ് ഈ ഹോം തിയേറ്ററും ചെയ്തിരിക്കുന്നത്, സ്വന്തമായിട്ട് തന്നെ ആണ് അത് ചെയ്തിരിക്കുന്നത്.